പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 30-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സുഭാഷ പ്രണവാനന്ദ ക്രാന്തിവീരോ വിനായക ധക്കരോ ഭീമരാവശ്ച ഫുലേ നാരായണോ ഗുരു. ഇതിൽ സുഭാഷ് ചന്ദ്രബോസ് നേതാജിയെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് സ്വാമി പ്രണവാനന്ദൻ, സുഭാഷ പ്രണവാനന്ദ സ്വാമികൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം മുസ്ലിങ്ങളെ കൊണ്ട് ഹിന്ദുക്കളെ ആക്രമിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു ക്രൂര വിനോദമായിരുന്നു. 1892 ശേഷം ഇത് ദേശവ്യാപകമാവുകയും രാക്ഷസീയമായ മാനങ്ങളെ കൈവരിക്കുകയും ചെയ്തു. ത്രാഹി എന്ന് കേണിരുന്ന ഹിന്ദു സമൂഹത്തിന് സുരക്ഷാ കവചമൊരുക്കുവാൻ പരമശിവന്റെ അംശത്തിൽ നിന്ന് അവതരിച്ച മഹാപുരുഷനായിരുന്നു സ്വാമി പ്രണവാനന്ദൻ. ഇന്നത്തെ ബംഗ്ലാദേശിൽ, കിഴക്കൻ ബംഗാളിൽ ഫരീദ്പൂർ ജില്ലയിൽ ബാജിത്പൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് വിഷ്ണു ചരൺദാസ് ശാരദാദേവി ദമ്പതിമാർ ജീവിച്ചിരുന്നത്. ഒരു പുത്രനു വേണ്ടി പരമശിവനോട് യാചിച്ച അവർ ഭഗവാൻ ശിവൻ തന്നെ തങ്ങളുടെ പുത്രനായി വരുമെന്ന് സ്വപ്നം കണ്ടു. വ്രതനിഷ്ഠകളോടെ അവർ പുത്രനായി കാത്തിരുന്നു. 1896 മാഘപൂർണിമ ദിവസം ജനുവരി 29 വിഷ്ണു ചരൺ ദാസിനും ശാരദാദേവിക്കും ഒരു പുത്രൻ ജനിച്ചു. വിനോദ് എന്നതായിരുന്നു ബാലന്റെ പേര്. ചെറുപ്പം മുതലേ ശാന്ത സ്വഭാവി, ഉറച്ച ശരീരം, പൂർണ്ണ സസ്യഭുക്ക്, ഇന്ദ്രിയ നിയന്ത്രണം നേടിയ മിതഭാഷി എന്നീ ഗുണങ്ങൾ ബാലനിൽ സ്വാഭാവികമായും കാണപ്പെട്ടു. ശ്മശാനം, നദീതീരം എന്നിവിടങ്ങളിൽ ഒറ്റയ്ക്കിരുന്നുള്ള ധ്യാനമായിരുന്നു അവനേറെ ഇഷ്ടം. ഒരിക്കൽ അമ്മയെ അടുക്കളയിൽ കയറി പേടിപ്പിച്ച കീരിയെ പിടികൂടാൻ അമ്മ ആവശ്യപ്പെട്ടു. കീരിയുടെ പുറകെ പാഞ്ഞ് പൊന്തയിൽ അതിൻ്റെ മാളം കണ്ടുപിടിച്ച് അതിനെ പിടികൂടി. പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ അതിനെ വിട്ടയക്കാൻ പറഞ്ഞു. ഒരിക്കൽ ഒരു മരക്കുറ്റി അച്ഛനും ചില തൊഴിലാളികളും ചേർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കുവാൻ പാടുപെടുന്നത് കണ്ട വിനോദ് ഒരു കൈകൊണ്ട് അതെടുത്തു മാറ്റിവെച്ചു. ശാരീരികമായി അത്രയ്ക്ക് കരുത്ത് വിനോദിനുണ്ടായിരുന്നു. അവൻ ദുർഗാഭക്തനായിരുന്നു. ഗ്രാമത്തിൽ ദുർഗാപൂജ നടത്തിയിരുന്ന ഹരിവിലാസ് ദാസ് വിനോദിനോട് തൻ്റെ പന്തലിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ശ്മശാനത്തിൽ ധ്യാനത്തിൽ മുഴുകിയ വിനോദ് അത് മറന്നു. നേരം വൈകി ദുർഗാപൂജ പന്തലിലെത്തിയപ്പോൾ അത് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ആളുകൾ ദുർഗാ വിഗ്രഹത്തെ സത്യമെന്ന് കരുതി പൂജിക്കുന്നു. ഇതൊക്കെ സത്യം തന്നെയാണോ? ആണെങ്കിൽ തനിക്കത് അനുഭവപ്പെടുമോ? ദുർഗാമാതാവ് തന്നെ സഹായിക്കുമോ? ഇങ്ങനെ ചിന്തിച്ച് ധ്യാനത്തിൽ മുഴുകി വിഗ്രഹത്തെ നോക്കി നിന്ന വിനോദിന് അന്ന്, അതായത് 1913 ദുർഗാഷ്ടമി നാളിൽ ജഗദംബയുടെയും ദേവീദേവന്മാരുടെയും ദിവ്യവും ഭവ്യവുമായ ദർശനം ലഭിച്ചു. ഉത്തമ സാധകനായിരുന്ന വിനോദിന് ഗ്രാമത്തിലെ നിരവധി യുവാക്കളുടെ ചങ്ങാത്തം നേടാനായി. അവരുമായി ചേർന്ന് നിരവധി സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. നടക്കാനാവാത്ത രോഗികളെ ചുമന്ന് ചികിത്സ കൊടുപ്പിച്ച് തിരിച്ചെത്തിക്കാൻ ആ യുവാക്കൾ സ്വന്തം ചുമതലയായി എടുത്തു. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവർ സന്നദ്ധ സേവകരായി. ഗ്രാമത്തിലെ വീടുകളിൽ നിന്ന് അരിയും പച്ചക്കറിയും ശേഖരിച്ച് അവർ പട്ടിണിക്കാർക്ക് ഭക്ഷണം എത്തിച്ചു. അക്കാലത്ത് ഓലമേഞ്ഞ പുരകൾ തീപിടിക്കുക സാധാരണമായിരുന്നു. ഗ്രാമത്തിലെ അഗ്നിശമന പ്രവർത്തകരും ആ യുവസംഘം തന്നെയായിരുന്നു. എല്ലാ ജാതിക്കാരും അവർക്ക് സമന്മാരായിരുന്നു. ഗ്രാമക്ഷേത്രത്തിൽ അവർ സന്ധ്യാസമയത്ത് ഭജനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി വിനോദിന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടി. ഇതൊക്കെയാണെങ്കിലും യുവാക്കൾ നിരവധി ദുർവാസനകൾ കടിമപ്പെട്ടിരിക്കുന്നതായി കണ്ട വിനോദിന്റെ മനസ്സ് വേദനിച്ചു. തൻ്റെ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പാലിനോട് ഇതേപ്പറ്റി അദ്ദേഹം ചർച്ച ചെയ്തപ്പോൾ ആധ്യാത്മിക ജാഗരണം അത്യാവശ്യമാണെന്നും വിനോദിന് മനസ്സിലായി. ഗോരഖ്പൂരിലെ ഗുരു ഗോരഖ്നാഥ് പരമ്പരയിലെ മഠാധിപനായിരുന്ന ഗുരു ഗംഭീരനാഥന്റെ ശിഷ്യനായിരുന്ന പ്രധാന അധ്യാപകനായിരുന്നു ശ്രീ വീരേന്ദ്രനാഥ്. അദ്ദേഹം വിനോദിനെ
യോഗി ഗംഭീരനാഥിന്റെ അടുക്കലേക്ക് അയച്ചു. ഗോരഖ്പൂരിലും കാശിയിലും ഗയയിലുമൊക്കെ തങ്ങി തന്റെ ഗുരുവിന്റെ മേൽനോട്ടത്തിൽ വിനോദ് കഠിന തപസ് ആരംഭിച്ചു. തന്നെയും ലോകത്തെയും മറന്നുള്ള ഈ തപസ്സിനിടയിൽ ഗുരു തന്നെയായിരുന്നു വിനോദിന്റെ ദേഹരക്ഷ നോക്കിയിരുന്നത്. ഗംഗാതീരത്ത് അദ്ദേഹം മണിക്കൂറുകളോളം ധ്യാന നിമഗ്നനായി. നിരന്തര സാധനാ അനുഷ്ഠാനങ്ങൾക്കൊടുവിൽ 1916 അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം ലഭിച്ചു. തൻ്റെ പിതാവിൻ്റെ ശ്രാദ്ധത്തിനായി ഗയാതീരത്തിലെത്തിയ അദ്ദേഹത്തെ പൂജാരിമാരായ പണ്ഡകൾ അത്യാർത്തിയോടെ വളഞ്ഞു. പണ്ഡകളുടെ നിരന്തര ശല്യം ചെയ്യൽ അദ്ദേഹത്തെ ഹിന്ദു തീർത്ഥങ്ങളുടെ പതനത്തെപ്പറ്റി ബോധവാനാക്കി. ഈ തീർത്ഥങ്ങളുടെ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അങ്ങനെയാണ് വിനോദ് 1917 മാഘപൂർണിമ നാളിൽ ഭാരത് സേവാശ്രമ സംഘം സ്ഥാപിച്ചത്. ഇനിയുള്ളത് മഹാസമന്വയം, മഹാമുക്തി, മഹാജാഗരണം, മഹാമിലൻ സംഘടന എന്നിവയുടെ കാലമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചു. 1917 1930 ഇടയിൽ ഭാരത സേവാശ്രമത്തിന് 8 മഠങ്ങളും ബീഹാർ, ബംഗാൾ, ഉത്തർപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ശാഖകളുമുണ്ടായി. വിദേശത്തും പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ പ്രമുഖ ഉത്സവങ്ങളിലും തീർത്ഥാടന കാലത്തും സേവാശ്രമ സന്നദ്ധ ഭടന്മാർ സേവനമനുഷ്ഠിക്കുവാൻ തുടങ്ങി. ഹിന്ദുധർമ്മം, ഹിന്ദു സംസ്കൃതി, ഹിന്ദു സമാജം എന്നിവയുടെ പോഷണം സേവാശ്രമത്തിന്റെ പ്രമുഖ ഉദ്ദേശ്യമായി. ഇവയുടെ സംരക്ഷണത്തിനും അഭിവൃദ്ധിക്കും അഹോരാത്രം പണിയെടുക്കുവാൻ സേവാശ്രമ പ്രവർത്തകരെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സമൂഹത്തിൽ മതസാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഭഗവ കാവി വസ്ത്രധാരികളായ സന്യാസിമാർക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് ശ്രീ വിനോദും സന്യസിക്കുവാൻ തീരുമാനിച്ചു. 1924 പ്രയാഗ് കുംഭമേള സമയത്ത് യോഗി ഗോവിന്ദാനന്ദഗിരിയിൽ നിന്നും അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിച്ച് സ്വാമി പ്രണവാനന്ദനായി തീർന്നു. അദ്ദേഹം തന്നെ പ്രമുഖരായ 7 ശിഷ്യന്മാർക്ക് സന്യാസ ദീക്ഷ നൽകി അവരെ ഭാരത സേവാശ്രമത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. 4 പുരുഷാർത്ഥങ്ങളും 4 വേദങ്ങളുമാണ് ഭാരത സേവാശ്രമത്തിന്റെ കേന്ദ്ര സിദ്ധാന്തം. ആശ്രമ പ്രവർത്തനത്തെ 4 ഭാഗങ്ങളായി തിരിച്ചു. പ്രചാരക്, ആശ്രമം, ഹിന്ദു മിലൻ മന്ദിർ, രക്ഷാദളം എന്നിങ്ങനെ. ഹിന്ദു മിലൻ എന്നത് ഒരു പ്രദക്ഷിണ പദ്ധതിയായിരുന്നു. പ്രവർത്തകർ സഞ്ചലനം, ദണ്ഡ, ചുരിക, യോഗാസനം എന്നിവ അഭ്യസിച്ച് നല്ല അച്ചടക്കമുള്ളവരായി തീരുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. എല്ലാ ജാതിക്കാർക്കും സംഘടനയിൽ തുല്യസ്ഥാനം നൽകി. തൻ്റെ പഠനകാലത്ത് അമ്മ തുളസിയെ പൂജിക്കുന്നത് കണ്ട വിനോദ് തുളസിയുടെ മേൽ ഒരു കല്ല് വലിച്ചെറിഞ്ഞു. ഉടനെ തന്നെ തുളസി വൈഷ്ണവ തത്വമാണെന്ന അനുഭൂതി അദ്ദേഹത്തിനുണ്ടായി. ഈ സംഭവത്തിന് ശേഷം തുളസി പൂജാ പ്രചരണവും സ്വാമിജി ഒരു വ്രതമായി സ്വീകരിച്ചിരുന്നു. ഗ്രാമോദ്ധാരണം ലക്ഷ്യമാക്കി സ്വാമിജി നിരവധി കുടിൽ വ്യവസായങ്ങൾ, നെല്ലുകുത്തുന്ന യന്ത്രങ്ങൾ, വനവാസി ഗ്രാമത്തിൽ സേവന പ്രവർത്തനങ്ങൾ എന്നിവ ആരംഭിക്കാൻ പ്രേരണ നൽകി. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്ന നിരവധി യുവാക്കൾ പോകാനിടമില്ലാതെ വലഞ്ഞിരുന്നു. പലരും പിടികിട്ടാപ്പുള്ളികളായി പോലീസ് തിരയുന്നവരായിരുന്നു. നിർഭയനായിരുന്ന സ്വാമി പ്രണവാനന്ദ അവർക്കെല്ലാം തൻ്റെ മഠങ്ങളിലും കേന്ദ്രങ്ങളിലും അഭയം നൽകി. 1935 സ്വാമിജി നിരന്തരമായി അയിത്തജാതിക്കാരുടെ താമസ സ്ഥലങ്ങളിൽ പോയി അവരെ ആശ്രമ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചു. ഇതുമൂലം ക്രിസ്ത്യൻ മതപരിവർത്തന ഗൂഢാലോചനകൾ വിഫലമായി. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ സ്വാമിജി പ്രണവ് എന്നൊരു പ്രസിദ്ധീകരണവും തുടങ്ങി. ഇക്കാലഘട്ടത്തിൽ സേവാശ്രമ പ്രവർത്തനം ബർമ്മ, സൈഗോൺ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും എത്തിയിരുന്നു. 1940 മന്മഥനാഥ് മുഖർജിയുടെ നേതൃത്വത്തിൽ സ്വാമിജി ഒരു വിശാല ഹിന്ദു സമ്മേളനം നടത്തി. 5 ലക്ഷം പേരുടെ ഹിന്ദു സംരക്ഷണ ദളം അതിൽ വെച്ച് രൂപീകരിക്കപ്പെട്ടു. ഹിന്ദുക്കളുടെ ജീവൻ രക്ഷിക്കുക, സ്വത്ത് സംരക്ഷിക്കുക, ക്ഷേത്ര സംരക്ഷണം, ഉത്സവവ്രത സംരക്ഷണം, സ്ത്രീകളുടെ മാനം കാക്കുക മുതലായ 7 കർത്തവ്യങ്ങൾ അവർ ഏറ്റെടുത്തു.
മുസ്ലിം ലീഗ് ഗാർഡുകൾ എന്ന ഭീകരവാദികൾ ഹിംസയിലൂടെ ഹിന്ദുക്കളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഒരു കബഡി മത്സരത്തിൽ മുസ്ലിങ്ങളുടെ ഒരു ടീം തോറ്റു. അതിനുശേഷം അവർ ലഹള ആരംഭിച്ചു. ഒത്തുതീർപ്പിനായി സ്വാമിജി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ മുസ്ലിം നേതാക്കൾ തെറ്റ് തങ്ങളുടെ പക്ഷത്താണ് എന്ന് സമ്മതിച്ചു. എന്നാലും തങ്ങൾ മുസ്ലിങ്ങളെ തടയുകയോ എതിർക്കുകയോ ചെയ്യില്ല, അവരാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞത് സ്വാമിജിയെ ഞെട്ടിച്ചു. തെറ്റും ശരിയുമല്ല, മതവും സമുദായവുമാണ് ഞങ്ങൾക്ക് വലുത് എന്ന മുസ്ലിം നേതാക്കളുടെ നിലപാട് ഒരിക്കലും അവർ മാറ്റില്ലെന്ന് സ്വാമിജി തിരിച്ചറിഞ്ഞു. ഇതിനുത്തരമെന്നോണം എല്ലാ ഹിന്ദു മിലൻ മന്ദിർ കേന്ദ്രീകരിച്ചും സ്വാമിജി ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. നിരവധി മുസ്ലിങ്ങളെ തങ്ങളുടെ പൂർവികരുടെ മതത്തിലേക്കും സമുദായത്തിലേക്കും കൂട്ടിക്കൊണ്ടുവന്നു. അതോടൊപ്പം സമൂഹത്തിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കൽ, വിദ്യാഭ്യാസം കൊടുക്കൽ, പ്രളയം, ഭൂകമ്പം, വരൾച്ച, പകർച്ചവ്യാധി എന്നിവ ഉണ്ടായാൽ സേവനം എന്നിവയും വലിയ തോതിൽ സേവാശ്രമ പ്രവർത്തകർ ആരംഭിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മധ്യ ഉത്തര ഭാരതത്തിലും പൂർവ്വ ഭാരതത്തിലും വെച്ച് ഏറ്റവും വലിയ നവോത്ഥാന നായകനായിരുന്നു സ്വാമി പ്രണവാനന്ദ. ഹിന്ദു ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം വിശ്വശാന്തിക്കായി യത്നിച്ചു. അതോടൊപ്പം ഒരു ഉറച്ച ദേശസ്നേഹിയുമായിരുന്നു അദ്ദേഹം. അനുയായികൾ അദ്ദേഹത്തെ ശിവന്റെ അവതാരമായി കണക്കാക്കി. മലമ്പനി, ന്യൂമോണിയ എന്നിവ പിടിപെട്ടതിനെ തുടർന്ന് 1941 ഫെബ്രുവരി 8 കൽക്കത്തയ്ക്കടുത്തുള്ള സാജിക്പൂരിൽ സ്വാമിജി സമാധിയായി. ഭാരത സേവാശ്രമം ഇന്നും വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഏകാത്മദാ സ്തോത്ര പഠനത്തിലൂടെ പ്രണവാനന്ദ സ്വാമി മഹാരാജാവിനെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.